ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മീൻ മസാല ഉണ്ടാക്കാം. മീൻ പൊരിക്കാനുള്ള ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാം ഇന്ന് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ മീൻ ഇതാ അതുപോലെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താപ്പോൾ പറയുക, തലീക്കല്ല മീൻ അറിയാലോ. അപ്പോൾ അതിൻ്റെ തലേൻ്റെ ഉള്ളിലൊരു കല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് തലീക്കല്ല മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു മസാലയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഞാനിതാ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുളി നമുക്ക് നല്ലോണം പിഴിഞ്ഞിട്ട് ആദ്യം ഈ മീനിൽ ഈ പുളി ഒഴിച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ പുളി ഇതിൽ മീനിൽ ഒഴിച്ചുകൊണ്ട് കുറച്ച് സമയം വെക്കാം കേട്ടോ. ഇതതുപോലെ ഇങ്ങോട്ട് കൂടുതൽ വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ പറ്റില്ല കേട്ടോ. കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മൾ പുളി പിഴിഞ്ഞെടുക്കണം. അപ്പോഴുള്ള നമുക്ക് മീനിക്ക്, അല്ലെങ്കിൽ നമ്മൾ മീൻ നല്ല വെള്ളത്തോടുക്കനെ ആവുമല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് മീനിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് ഇവിടെ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ മീനിക്ക് ആ പുളിയൊക്കെ ഒന്ന് നല്ലോണം പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കുഴച്ചിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ മീനിക്ക് നമ്മൾ പുളി ഒഴിച്ച് ഇങ്ങനെ വെച്ചാൽ എന്താണെന്നറിയോ, ഈ മീനിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഈ പുളി ഇങ്ങനെ ഇതിമക്കൊണ്ട് പിടിച്ച് വന്നാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു മീനിന്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പുളി ഒഴിച്ച് വെക്കുന്നത്. ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ളി ഇതാ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി അല്ലി, നമ്മൾ മീനിനനുസരിച്ച് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടോ. അതിനൊരു കണക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഇതിൽ പറയണില്ല. നമ്മൾ എത്ര മീൻ എടുക്കണമോ അതിനനുസരിച്ചിട്ടുള്ള അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിയൊക്കെ അരിയണ കൂട്ടത്തിൽ കൂടി അരയില്ല. ഇതുപോലെ ഇതാ കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പെരുംജീരകപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇതാ ഒരു നിറച്ചൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നമ്മളെ മീനിന് നല്ലൊരു കളറൊക്കെ കിട്ടും. അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് മീനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി എല്ലാം കൂടി നല്ലോണം അത് അരച്ചെടുക്കട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതേപോലെ നല്ലോണം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മീനിപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഈ മസാല ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നല്ലോണം കുഴച്ച് ഇതിങ്ങനെ നമ്മൾ മസാല തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് പിന്നെ വീണ്ടും വെക്കണം. അപ്പോഴാണ് നമ്മളെ മീൻ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ മീനിന് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ കേട്ടോ ഈ ഒരു മീനിന്. ഈ ഒരു പുളിയൊക്കെ ഇതിലിങ്ങനെ ചെന്ന് പൊടിച്ചിട്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും നമുക്കിതിന്. പിന്നെ കളറ് ഞാൻ പറഞ്ഞല്ലോ, കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ മീൻ ഇവിടെ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊരിച്ച് ഫ്രൈ ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ മീനൊക്കെ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചെടുത്ത എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മീനൊന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ മീൻ ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ ഇത് ഒരു ബജി മുളകാണ് കേട്ടോ. അപ്പോൾ ഒരു മുളക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ സ്പെഷ്യൽ മീൻ പൊരിച്ചത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.